നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ക്രൊയേഷ്യയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ മാസം 2 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാം പാദ മത്സരവും രണ്ടാം പാദ മത്സരവും നടക്കുന്നു. ആദ്യ പാദ മത്സരം മാർച്ച് 21 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ക്രൊയേഷ്യയിൽ വെച്ചിട്ടാണെങ്കിൽ രണ്ടാം പാദ മത്സരം മാർച്ച് 24 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ കിലിയൻ എംബാപ്പെ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ഫ്രാൻസ് ടീമിൻ്റെ കുളപ്പുകൾക്കും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അദ്ദേഹം തിരികെ വരികയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദേശീയ ടീമിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടവാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നോ, അങ്ങനെ ചിന്തിച്ചിരുന്നോ? അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല, ഒരിക്കലുമില്ല. ഒരു വേൾഡ് കപ്പ് കൂടി നേടണം, എൻ്റെ ലക്ഷ്യം അതാണ്. 2026 വേൾഡ് കപ്പ് അടിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് എംബാപ്പെ പറയുന്നു. 2018 വേൾഡ് കപ്പിൽ മുത്തമിട്ടയാളാണ് കിലിയൻ എംബാപ്പെ. 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എന്തൊരു തീപ്പൊരി കളിയാണ് അദ്ദേഹം കളിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക. ഹാട്രിക്ക് നേടിയ ഫൈനലിൽ, പക്ഷേ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ നിർഭാഗ്യങ്ങളിൽപ്പെട്ട് ഫ്രാൻസിന് കിരീടം കൈവിട്ടുപോയി. ഇനി അടുത്തൊരു വേൾഡ് കപ്പ് കൂടി കളിക്കണം, ഫൈനലിലേക്ക് എത്തണം, കിരീടം ചൂടണമെന്നാണ് എംബാപ്പെ പറയുന്നത്. അതോടൊപ്പം തന്നെ ദ്വിതീയ ദശാവുമായിട്ട് താരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിനുള്ള മറുപടി കൂടി അദ്ദേഹം ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നു. കിലിയൻ എംബാപ്പയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലേ പാരീസിനോട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ്. ഞാൻ മുന്നോട്ട് നോക്കുന്നു എന്ന് പറയുമ്പോൾ 2026 വേൾഡ് കപ്പ് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതെനിക്ക് വിജയിക്കണം. എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന കാര്യമാണിത്. അടുത്തൊരു വേൾഡ് കപ്പ് കൂടി നേടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എൻ്റെ വഴീസും എക്സ്പെക്റ്റേഷൻസും എല്ലാം 2026 വേൾഡ് കപ്പ് USA-യിലും കാനഡയിലും മെക്സിക്കോയിലും നടക്കുന്ന ആ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, ദ്വിതീയ ദശാംശം 2026 വേൾഡ് കപ്പ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണല്ലോ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, എന്നോട് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്. ഇറ്റ്സ് അപ് ടു ഹിം. ഞാനും ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ അവരും ആ രൂപത്തിൽ എന്നോട് പെരുമാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളും ദ്വിതീയ ദശാവും തമ്മിൽ എന്താണ് പ്രശ്നം? അദ്ദേഹത്തിൻ്റെ മറുപടി, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബ്രേക്കപ്പ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ, ഞാൻ ഒരാളോട് അങ്ങനെ തെറ്റിപ്പോയാൽ ഞാൻ പിന്നീട് ഒരിക്കലും അവരുടെ കോളുകൾ പോലും സ്വീകരിക്കില്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒരു ബ്രേക്കപ്പ് ഒരാളുമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആയാളുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. എനിക്കങ്ങനെ അഭിനയിച്ച് കാണിക്കാനൊന്നും അറിയില്ല. സാധാരണഗതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ ഡിസഗ്രിമെൻറ്റുകൾ ഉണ്ടാവാം. അതിനർത്ഥം ആ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നല്ല. ഇപ്പോൾ നോക്കുക, കോച്ച്, എൻ്റെ ദേശീയ ടീമിലെ ഒരേ ഒരു ആയിട്ടുള്ളത് ദ്വിതീയ ദശാമാണ്. എനിക്ക് ഫസ്റ്റ് കോളപ്പ് തന്നത് അദ്ദേഹമാണ്. ഒരുപാട് വിജയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നേടുകയുണ്ടായി. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആ രൂപത്തിലുള്ളതാണ്. എന്നല്ലാതെ ഈ 2-3 ഡിസഗ്രിമെൻറ്റുകളുടെ വെളിച്ചത്തിൽ അത് ഇല്ലാതായി പോവേണ്ട ഒന്നല്ല. ഒബ്വിയസ്ലി അതൊന്നും സീരിയസ് ആയിട്ടുള്ള ഡിസഗ്രിമെൻറ്റുകളുമല്ല എന്നുകൂടി ഇപ്പോൾ കിലിയൻ എംബാപ്പെ വ്യക്തമാക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.